പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ എതിർ വിഭാഗക്കാർ, അത് ഇടതുപക്ഷക്കാരല്ല, സ്വന്തം പാർട്ടിയായ കോൺഗ്രസിനുള്ളവർ തന്നെയാണ്. അവർ നോക്കി നിൽക്കുകയായിരുന്നു പുതിയൊരു കാരണം കണ്ടെത്താൻ. കാരണം കോൺഗ്രസിൽ ഇതുവരെ നടന്നതെല്ലാം ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ കരുത്തുകാട്ടൽ വേദികളായിരുന്നു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ബലിയാടുകളായവർ കോൺഗ്രസിനുള്ളിൽ നിരവധി പേരായിരുന്നു. ഇപ്പോഴെന്താണ് അതിനുള്ളൊരു പുതിയൊരു വഴി, അത് വി ഡി സതീശൻ തന്നെ ഒരുക്കി കൊടുത്തു. മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ സതീശനെതിരായ കോൺഗ്രസിനുള്ളിലെ വിമർശനങ്ങൾ കനക്കുന്നത്. മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP, അദ്ദേഹം ഇപ്പോൾ പരസ്യമായി തന്നെ സതീശനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. പലതവണ സതീശൻ നിലപാടെടുത്തതാണ്. അതിനെല്ലാം കെ സുധാകരൻ എതിർക്കാനും തകർക്കാനും ഒക്കെ നോക്കിയതാണ്. ഏറ്റവും ഒടുവിലത്തേത് നിലമ്പൂരിൽ നടന്ന ആ നാടകീയമായ തീരുമാനങ്ങളായിരുന്നു. PV അൻവറിനെതിരെ സതീശനെടുത്ത ആ കടുത്ത നിലപാട്, അതുകൊണ്ട് മാത്രമാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചതെന്നുള്ളത് ഇപ്പോൾ മറ്റു കോൺഗ്രസ് നേതാക്കൾ മറന്നുപോയി എന്ന് വേണം കരുതാൻ. ഇവിടെ എന്താണ്, യൂത്ത് കോൺഗ്രസ് നേതാവിനെ തല്ലിച്ചതച്ച പോലീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് വി ഡി സതീശൻ സദ്യ കഴിച്ചത് ശരിയായില്ല എന്നാണ് കെ സുധാകരൻ്റെ ആരോപണം. അത് ശരിയായ നടപടിയല്ലെന്നാണ് കെ സുധാകരൻ പറയുന്നത്. താനായിരുന്നു എങ്കിൽ അങ്ങനെ ചെയ്യില്ലെന്നാണ് സുധാകരൻ പറയുന്നത്. അത് ശരിയാണ്, മോശമായി പോയി, താനാണെങ്കിൽ ചെയ്യില്ല എന്ന് സുധാകരൻ പറയുമ്പോൾ തന്നെ അതിൻ്റെ കാര്യമെന്തെന്ന് നടക്കാത്തൊരു കാര്യമാണെന്ന് മനസ്സിലാകും. കാരണം സുധാകരൻ ഒരിക്കലും ഇതുവരെ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആയിട്ടേ ഇല്ല. പിന്നെ 2 ടൈമായിട്ട് MP ആണ്. ഇനി ഒരിക്കലും സുധാകരൻ പ്രതിപക്ഷ നേതാവ് ആകാൻ പോകുന്നുമില്ല. ഒരു കോൺഗ്രസിൻ്റെ ഒരു MP എവിടെ കിടക്കുന്നു, സംസ്ഥാനത്തിൻ്റെ ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവ് എവിടെ കിടക്കുന്നു എന്നുകൂടി ഓർക്കണം. പിന്നെ താനായിരുന്നെങ്കിൽ എന്നൊക്കെ ധൈര്യപൂർവ്വം സുധാകരന് പറയാം. ഇനിയിപ്പോൾ സതീശൻ്റെ സ്ഥാനത്ത് സുധാകരനായിരുന്നെങ്കിൽ പോലും മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാനുള്ള അവകാശമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ്, ക്യാബിനറ്റ് റാങ്കാണ്, പ്രതിപക്ഷ ബഹുമാനമുള്ള ഇടത് സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് സമാധാനമായി സദ്യ കഴിച്ചതിൽ എന്താണ് തെറ്റെന്നാണ് കോൺഗ്രസിലെ സതീശനെ അനുകൂലിക്കുന്ന പാർട്ടിക്കാർ ചോദിക്കുന്നത്. ക്രൂരമർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന അതേ ദിവസം സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം തൂശനിരയിൽ ഉണ്ണാനിരുന്നു എന്നാണ് ഇപ്പോൾ കെ സുധാകരൻ്റെ ആരോപണം. കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി നോക്കി ചിരിക്കാൻ പാടില്ല, ഒപ്പമിരുന്ന് ആഹാരം കഴിക്കാൻ പാടില്ല, ഒരു കപ്പ് വെള്ളം കുടിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ കടുപ്പിച്ച് കെ സുധാകരൻ പറയണമെങ്കിൽ കോൺഗ്രസിന് ബയല കൂടി നോക്കണം, അങ്ങനെ എന്തെങ്കിലും എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ശരിയാണ്. ക്രൂരമർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ വന്നിട്ട് മുഖ്യമന്ത്രിയുമായി ഒരുമിച്ച് സദ്യ കഴിക്കുകയും ചിരിച്ച് സംസാരിക്കുകയും ചെയ്ത രീതി ശരിയായില്ലെന്നാണ് ഇപ്പോൾ സതീശൻ വിരോധികൾ പറഞ്ഞു നടക്കുന്നത്. എന്തായാലും സതീശൻ വളരെ ശക്തമായി നിലപാടെടുത്തത് കൊണ്ടാണ് ഈ ക്രൂരമർദ്ദനത്തിന് കാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആഭ്യന്തര വകുപ്പ് സസ്പെൻഷൻ അടിച്ച് കയ്യിൽ കൊടുത്തത്. കുറ്റക്കാരെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ അനുവദിക്കില്ലെന്ന് സതീശൻ കടുത്ത നിലപാടെടുത്തിരുന്നു. അതിനുശേഷമാണ് സർക്കാർ നടപടികളും എടുത്തത്. അതൊന്നും സുധാകരൻ കൂട്ടി അറിഞ്ഞില്ല എന്ന് വേണം കാണാൻ. എന്തായാലും വി ഡി സതീശനെതിരെ മാത്രമല്ല, കോൺഗ്രസിൽ ഒരു വിഭാഗക്കാരെ എതിർത്തുകൊണ്ടിരിക്കുന്ന നേതാവ് അത് ആരായാലും, ഇനിയിപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുകയും ആ ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയായാലും കെ കരുണാകരൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസിലുള്ള അവസ്ഥ. കോൺഗ്രസിൽ പ്രമാണിമാരായ ഒരു വിഭാഗം നേതാക്കളുണ്ട്. പഴയ ഗ്രൂപ്പിൻ്റെ തഴമ്പൊക്കെയുണ്ട് അവരുടെ പുറത്ത്. ആ തഴമ്പും തടവി അവരങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഇനിയൊരു പ്രശ്നം കോൺഗ്രസിലുണ്ടായാൽ വി ഡി സതീശനെ ടാർഗറ്റ് ചെയ്യണം, വി ഡി സതീശനെ അടിച്ച് മലർത്തിയിടണമെന്ന് ഇപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇനി ഒരു വർഷമില്ല സംസ്ഥാനത്തെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങാൻ. അപ്പോഴേക്കും വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൽ മത്സരിക്കാൻ പാടില്ല. അങ്ങനെ നിർബന്ധ ബുദ്ധിയുള്ളവർ ഇപ്പോഴുമുണ്ട് കോൺഗ്രസിനുള്ളിൽ. കാരണം കൂട്ടത്തിലുള്ള ആളായാലും നന്നാകുന്ന ഇഷ്ടമില്ലാത്ത ചില കോൺഗ്രസ്സുകാർ പണ്ടേ ഉള്ളതാണ് കോൺഗ്രസിനുള്ളിൽ. പക്ഷേ ഇതിത്തിരി കടുത്തുപോയി. വി ഡി സതീശൻ യൂത്ത് കോൺഗ്രസ് നേതാവിനെ തല്ലിയ ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ വാങ്ങി നൽകുന്നതുവരെ വി ഡി സതീശൻ നാക്കിട്ടലച്ചിട്ടും സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചു എന്നതാണ് ഇപ്പോൾ കെ സുധാകരനടക്കം പറഞ്ഞു വരുത്തുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച